സുഹൃത്തുക്കളെ, ഐറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഉണ്ടല്ലോ, അതെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അടിപൊളി ഒരു വീടാണ്. ഇൻഫോ പാർക്കിൽ നിന്ന് കേട്ടല്ല, വെറും 15 മിനിറ്റ് യാത്രയിൽ അടിപൊളി ഒരു വില്ല പ്രോജക്റ്റ്. ഏകദേശം ഒരു 6 വില്ലകൾ വരുന്ന ഒരു പ്രൊജക്റ്റ് ആണ്. ചെറിയ കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഒത്തിരി ആളുകൾ പുറമേ നിന്നും അതുപോലെ തന്നെ IT പ്രൊഫഷണൽസ്, ഡോക്ടേഴ്സ് ഒക്കെ ആയിട്ട് നമ്മൾ വിളിക്കുന്നുണ്ട്. അവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ആണ് നമ്മുടെ ചാനലിലൂടെ വരുന്നത്. അപ്പൊ നമ്മുടെ ഇതുപോലെയുള്ള നല്ല നല്ല ഡീലുകൾക്കും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ലൈക്കും ഷെയറും കമന്റും ചെയ്യാൻ നിങ്ങൾ ആരും മറക്കരുത്. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമുക്ക് നിങ്ങളിൽ കാണുന്നവരുണ്ടെങ്കിൽ അവരിൽ നിന്നൊക്കെ നമ്മൾ ഒരു ലൈക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ കാണുന്ന മനോഹരമായിട്ടുള്ളൊരു വീടാണ് ട്ടാ. ഈ ഒരു പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പൊ ഡയറക്റ്റ് വരികയാണെങ്കിൽ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമുക്ക് കുഴുവേലിപ്പടി എന്ന് പറയുന്ന സ്ഥലത്തായിട്ട് പഞ്ചായത്ത് റോഡാണ്. പഞ്ചായത്ത് റോഡ് ഈ കാണുന്ന ഇന്റർലോക്ക് കട്ടകളൊക്കെ വിരിച്ചിട്ടുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ മനോഹരമായിട്ടുള്ള ഒരു ബോക്സി ടൈപ്പ് വീട്. അപ്പൊ ഇതിന്റെ അകത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. വാ, 6 വില്ലയിലേക്കുള്ള റോഡാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. ഏകദേശം ഒരു 3.5 മീറ്ററോളം വഴി സൗകര്യം തന്നെ ഒരുക്കിയിട്ടുണ്ട്. 2 വാഹനങ്ങൾ സിമ്പിൾ ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ 2 വാഹനം, ചെറിയൊരു സഡാൻ മോഡൽ വാഹനവും ഒരു XUV വാഹനം തന്നെ ഇവിടെ പാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ കടപ്പക്കല്ലുകൾ, ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. സ്ലൈഡിംഗ് ഗേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. കോമ്പൗണ്ട് വാളൊക്കെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ കിണർ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കിഴക്ക് ദർശനമായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. അപ്പൊ അതെ, ഇവിടെയായിട്ടാണ് കിണറിന്റെ സൗകര്യം വരുന്നത്. അത് കൂടാതെ തന്നെ കോർപ്പറേഷൻ വാട്ടർ സൗകര്യം നമുക്ക് ഇതിൽ അവൈലബിൾ ആണെന്നുള്ളതാണ്. നല്ല ശുദ്ധമായ വെള്ളം കിട്ടും. അതുപോലെ ഈ ഭാഗത്ത് ഇത്ര സൗകര്യമുണ്ട്. ഇത് നമ്മുടെ കിച്ചണിൽ നിന്ന് വർക്ക് ഏരിയ സ്പേസ് ആയിട്ട് തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. അത് വർക്ക് ഏരിയ നമുക്കത് ചെയ്തു തരുന്നതാണ് ഇതിന്റെ ഓണർ. ഇവിടെയും നമുക്ക് അത്യാവശ്യം നടന്നു പോകാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കറക്റ്റ് പറയുകയാണെങ്കിൽ 3.25 സെന്റ് സ്ഥലത്ത് 3.25 സെന്റ് സ്ഥലത്ത് അതുപോലെ തന്നെ 1650ഓളം സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. അതുപോലെ 3 ബെഡ്റൂമാണ്. ഇവിടെയായിട്ട് ഒരു ചെറിയ 2-3 ചെയർ ഇടാൻ പറ്റുന്ന സിറ്റ് ഔട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ബ്ലാക്ക് കളറിലുള്ള കോമ്പിനേഷനോട് കൂടിയ ഗ്രാനൈറ്റ് ആണ് ഒരുക്കിയിട്ടുള്ളത്. മഹാഗണി, ആഞ്ഞിലി മുതലായ തടികൾ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. മെയിൻ ഡോറാണ്, നല്ല റോസ് ഒക്കെ വെച്ച് നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. മെയിൻ ഡോറ് അത് മഹാഗണിയിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ വേണ്ട പ്രീമിയം ക്വാളിറ്റിയിലുള്ള ടൈലുകൾ തന്നെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2-4 സൈസോളം വരുന്ന ടൈലുകളാണ് നമ്മള് ലിവിങ് സ്പേസിലായിട്ട് മൊത്തത്തിൽ ചെയ്തിട്ടുള്ളത്. ആ ഒരു ടൈലുകൾ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് കണ്ട ഇവിടെ പ്ലാന്റ്സ് നിങ്ങൾ വെക്കാനുള്ള സൗകര്യത്തില് റാക്ക് ചെയ്തിട്ടുണ്ട്. സിംഗിൾ ഫേസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അത് വീഗാർഡിന്റെ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ DBയുടെ സ്ഥാനം ഈ ഭാഗത്ത് തന്നെയാണ്. അതുപോലെ തന്നെ നല്ലൊരു കോർണർ സെറ്റി ഒക്കെ ഇടാനുള്ള സൗകര്യം തന്നെ ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. താഴെ ഒരു ബെഡ്റൂമാണ് കേട്ടോ. വാ, താഴത്തെ ബെഡ്റൂമാണ്. ഏകദേശം ഒരു 10-11 സൈസോളം വരുന്ന ബെഡ്റൂമാണ് കേട്ടോ. നല്ല വിശാലതയുണ്ട്. അതുപോലെ തന്നെ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. മൾട്ടിവുഡിനാലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഒരു ഡ്രസ്സിംഗ് റൂം ഇത് ഈ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. അതിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് ബാത്റൂം ഒരുക്കിയിട്ടുള്ളത് കേട്ടോ. വിശാലത അത്യാവശ്യം ഒരു സ്പേസ് കൊടുത്ത് തന്നെയാണ് ബാത്റൂം ഒരുക്കിയിട്ടുള്ളത്. സെറാ ബ്രാൻഡിന്റെ ആണ് ഫിറ്റിംഗ്സ്. അതുപോലെ ഒരു വൈറ്റ് കളർ കോമ്പിനേഷനോട് കൂടിയുള്ള മാറ്റ് ഫിനിഷ് ടൈലുകൾ, അതുപോലെ ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനോട് കൂടിയുള്ള ടൈലുകൾ ഭിത്തിയിലും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ വേണ്ട ഇവിടെ ഡ്രസ്സിംഗ് റൂമാണ്. അതുപോലെ വേണ്ട അത്യാവശ്യം സ്റ്റോറേജും സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ സീലിംഗ് വർക്ക് നല്ല മനോഹരമായി തന്നെ, ഒരുപാട് ഡിസൈൻ വർക്കൊന്നും കൂടാതെ തന്നെ ഒരു നോർമൽ ഡിസൈനിങ്ങിൽ തന്നെ വാം ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ സ്റ്റെയർ കേസിന്റെ താഴ്ഭാഗത്തൊക്കെ ഇൻവെർട്ടർ വെക്കാനുള്ള സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇവിടെ പ്ലാന്റ്സ് എന്തെങ്കിലുമൊക്കെ ഇവിടെയും വെക്കാം. ഈ ഭാഗത്തേക്ക് വന്നാലുണ്ടല്ല, ഇവിടെ ആയിട്ടാണ് നമുക്ക് ഡൈനിങ് സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്ത് തന്നെ ഒരു TV യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് TV കാണാമെന്നുള്ളതാണ് കേട്ടോ. അതുപോലെ അത്യാവശ്യം ഈ ഭാഗത്തേക്ക് വരുമ്പോ ഇവിടെ ആയിട്ട് വാഷ് ബേസിൻ കൗണ്ടർ അതിമനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പ്ലാന്റ്സ് എന്തെങ്കിലുമൊക്കെ ഇവിടെയും വെക്കാം. അത് മൾട്ടിവുഡിനാലാണ് പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തും അത്യാവശ്യം നമുക്ക് കേട്ടോ ഒരു പറകോളം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഷെൽഫ് അത്യാവശ്യം നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ സീലിംഗ് വർക്ക്
അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെയും നമുക്ക് സീലിംഗ് ഫാന് ഒക്കെ വെക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. വാം ലൈറ്റുകൾ, LED ചെറിയ LED ബൾബുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് നമുക്കൊരു മോഡുലർ കിച്ചൺ ആണ്. എൽ ഷേപ്പ് കിച്ചൺ സ്ലാബിലാണ് വരുന്നത്. അതുപോലെ തന്നെ അപ്പർ ക്യാബിനറ്റ്സ് കൊടുത്തിട്ടുണ്ട്. കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. മൾട്ടിവുഡിലാണ്, PVC ബോർഡിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെയും ആ സെയിം ടൈലുകൾ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വേണ്ട ഇവിടെ കബോർഡ് വർക്കുകൾ ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇവിടെ 3 പാളികളുള്ള വിൻഡോയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ഏരിയ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മള് താഴത്തെ ഒരു ബെഡ്റൂം കണ്ട് ഇനി അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് കിടക്കണമല്ലോ. സ്റ്റെയർ കേസ് കയറി വരുമ്പോ തന്നെ എന്താ താഴെ വൈറ്റ് കോമ്പിനേഷനോട് കൂടിയിട്ടുള്ള ടൈലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേണ്ട ഇവിടെ പറകോളകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. മേളിലും പറകോളകൾ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നാച്ചുറൽ വെളിച്ചമൊക്കെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് കിട്ടും എന്നുള്ളതാണ്. ലൈറ്റ് ഇല്ലെങ്കിലും നല്ല വെളിച്ചം തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ വേണ്ട ഇവിടെയായിട്ടാണ് വിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് സ്പേസ്. TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. 3 പാളിയുള്ള വിൻഡോ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്ലാസ് ആണ് കേട്ടോ. അതുപോലെ ആദ്യത്തെ ബെഡ്റൂം ഈ ഭാഗത്താണ് കണ്ടാ. ഇതൊരു ചെറിയ ബെഡ്റൂമാണ് കേട്ടോ. ഇത് വലിയ ബെഡ്റൂം അല്ല. രണ്ട് ബെഡ്റൂമും വലിയ ബെഡ്റൂമും ഒരു ചെറിയ ബെഡ്റൂമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. വാൾറോബ് അറ്റാച്ച്ഡ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ബാത്റൂം ഒക്കെ ഒത്തിരി വലിയ ബാത്റൂം അല്ല ഇതിന്റെ. കിഡ്സ് റൂം എന്ന് പറയാം നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം കേട്ടോ. അപ്പൊ ഇത് ഒരു 12-10 സൈസോളം വരുന്ന ബെഡ്റൂമാണ്. ഇവിടെയും നമുക്ക് താഴത്തെ പോലെ തന്നെ ഡ്രസ്സിംഗ് റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനോട് തൊട്ട് ചേർന്ന് തന്നെ നമുക്ക് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാർഡ്രോബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചെറിയ ഡിസൈനിങ്ങിലുള്ള സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ 3 പാളികളുള്ള വിൻഡോ ഇവിടെ ഉണ്ട്. 2 ഭാഗത്തും അങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ പ്രോപ്പർട്ടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ തുറന്നു വിടുമ്പോൾ തന്നെ നല്ല കാറ്റ് നമുക്ക് ചെറിയ കാറ്റ് വരുന്നുണ്ട്. വൈകിട്ടാവുമ്പോൾ വലിയ കാറ്റും കിട്ടും. ഇതാണ് യൂട്ടിലിറ്റി സ്പേസ് കേട്ടോ. യൂട്ടിലിറ്റി സ്പേസ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മൊത്തം ഇങ്ങനെ അടിച്ചു മൂടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് മേളിലേക്ക് നമുക്ക് ഷീറ്റ് ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു തരും. അപ്പൊ മേളിൽ അലക്കി വിരിച്ചിടാനുള്ള സൗകര്യം അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുപോലെ മേളിൽ ഷീറ്റാണ് ഇട്ടേക്കുന്നത്. ഇനി താഴത്തെ വേണ്ട ടൈലുകൾ നോക്കി. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ബെഡ്റൂമിന്റെ അത്ര സ്പേസ് നമുക്ക് ബാൽക്കണിയിൽ കിട്ടുന്നുണ്ട്. നല്ല വിശാലമായിട്ട് തന്നെ എത്ര പേർക്ക് വേണമെങ്കിൽ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഇരുന്ന് വൈകിട്ട് നേരങ്ങളിലൊക്കെ നല്ല കാറ്റും വെളിച്ചവും നല്ല കാറ്റൊക്കെ കിട്ടാനുള്ള ഏറ്റവും കൂടുതൽ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഇവിടെ തൊട്ടടുത്ത് പ്രോപ്പർട്ടികളൊന്നും ഇല്ലാത്ത കാരണകൊണ്ടാണ് ഈ പറഞ്ഞത്. അപ്പൊ ഇവിടെ ഇന്ന് ഇൻഫോ പാർക്കിലേക്ക് നോക്കുകയാണെങ്കിൽ വെറും 5 കിലോമീറ്റർ ഉള്ളൂ. അതുപോലെ തന്നെ സിവിൽ സ്റ്റേഷൻ ഏകദേശം ഒരു 6 കിലോമീറ്റർ. ഈ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഉണ്ട്. അതുപോലെ മെയിൻ ബസ് റൂട്ടിലേക്ക് ഏകദേശം ഒരു 400 മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ആണ് വരുന്നത്. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിയുടെ പ്രൈസിലേക്ക് ഇറങ്ങുമല്ലോ. 3.25 സെന്റ് സ്ഥലത്ത് 1650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുള്ള ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിന്റെ ഓണർ ചോദിക്കുന്ന വില 80 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഞങ്ങളുടെ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പർ വിളിക്കുക, നല്ലൊരു ഡീലിലേക്ക് വരിക. ഇതിന്റെ ലോൺ ആവശ്യമുള്ളവർക്ക് അങ്ങനെയും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ വിളിച്ചോ. നല്ലൊരു ഡീലുമായിട്ട് അടുത്ത വീഡിയോയുമായി നമുക്ക് കാണാം. ഇങ്ങനെ ഓക്കെ അല്ലേ?